ഹലോ മക്കളെ, വെൽക്കം ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ ഈ വർഷത്തെ സേ എക്സാമിനേഷന് 100% ചോദിക്കും എന്ന് ഉറപ്പുള്ള 6 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മുടെ സേ എക്സാമിന്റെയും ഫൈനൽ എക്സാമിന്റെയും ഒക്കെ പാറ്റേൺ ഭയങ്കരമായ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സേ എക്സാം വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു, കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാം വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിയിൽ ഫെയിൽ ആയ സ്റ്റുഡൻസിന്റെ എണ്ണം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഈസി ആയിട്ട് പാസ് ആവാനുള്ള ചില ട്രിക്കുകളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യന് 6 മാർക്കിന് ചോദ്യം നമുക്ക് ഈസി ആയിട്ട്, അഥവാ ഇതിന്റെ കൺസെപ്റ്റ്സും കാര്യങ്ങളും ഒന്നും അറിയില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യും, നമുക്കൊരു 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് 3 മാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. സോ നോക്കാം, നമ്മുടെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ AB 2 പേര് പാർട്ട്നേഴ്സാണ്. അവിടെ മൂന്നാമതൊരാൾ അഥവാ സി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാണ്. എയുടെയും ബിയുടെയും ഷെയർ എന്താണ്, 2:1. അഥവാ നമ്മുടെ ബിസിനസ് 3000 രൂപ ലാഭം കിട്ടിയാൽ ഈ 3000-ലെ 2:1 2000 മാർക്ക് കിട്ടും, എക്ക് കിട്ടും, 1000 ആർക്ക് കിട്ടും, ബിക്ക് കിട്ടും. ഇതാണ് അവർ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ സി എന്ന് പറഞ്ഞ പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തു, അഥവാ 1/4 ഷെയറിനാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പം 2:1:1 ആണ് പുതിയ ഷെയർ. അഥവാ 2:1 പിന്നെ എക്സ്ട്രാ 1 ആണെങ്കിൽ അതെന്താ, ഉറപ്പായിട്ടും 2:1:1 ആണ്. ഇനി 3:2 ആണെന്ന് വിചാരിക്കാം ഷെയർ. എന്താണ്, 3:2 ആണ് ഷെയർ എന്നിരിക്കാം. പുതിയ പാർട്ണർ 1/6 ആണ് ഷെയർ വരുന്നതെങ്കിൽ 1:1 വരിക. അത് അതിൻ്റെതായ രീതിയാണ്. നിങ്ങൾ അതിവിടെ പഠിക്കുന്ന ന്യൂ റേഷ്യോ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് വേറൊരു പോർഷൻ എന്ത് ചെയ്യും, ഞാൻ ഡിസ്കസ് ചെയ്യും. ഇനി ഈവൻ ഈ ഒരു കാര്യം അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ അറിഞ്ഞാൽ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും 6 മാർക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആകെ 18 മാർക്ക് പോരെ പാസ്സാവാൻ. സോ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ വാങ്ങിത്തരാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ സി എന്ന് പറഞ്ഞ പാർട്ണർ അഥവാ സി അഗ്രീസ് ടു ബ്രിങ് 40,000. പുതുതായിട്ട് ബിസിനസ്സിലേക്ക് സി വരുമ്പോൾ, അഥവാ എയും ബിയും ചെയ്യുന്ന ഒരു ബിസിനസ് ആണല്ലോ, അവിടെ സി എന്ന് പറഞ്ഞ പുതിയ പാർട്ണർ വരുമ്പോൾ അയാൾ 40,000 ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിലേക്ക് ഓണർ, ബിസിനസിന്റെ ഉടമകളായ എയോ ബിയോ സിയോ എന്ത് കൊണ്ടുവന്നാലും അതിന് ക്യാപിറ്റൽ എന്നല്ലേ പറയാം. അപ്പൊ സി എന്ത് ചെയ്തു, 40,000 രൂപ ക്യാപിറ്റലായിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അതാണ് 2. ദ അബ്സ്ട്രാക്ട് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബിഫോർ സീസ് അഡ്മിഷൻ ആസ് ഫോളോ. അഥവാ സി എ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് അവിടുത്തെ ബാലൻസ് ഷീറ്റിൽ, അഥവാ ബിസിനസ്സിലുള്ള അസറ്റും ലയബിലിറ്റീസിനെയും ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ക്യാഷ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, P&L അക്കൗണ്ട്, ക്യാപിറ്റൽ ഓഫ് A&B, സ്റ്റോക്ക്, ഫർണിച്ചർ. അഥവാ ക്യാഷ് അസറ്റ് ആണ്, ക്രെഡിറ്റർ ലയബിലിറ്റി കടം കൊടുക്കാനുള്ള ആൾക്കാരാണ്, ഡെപ്റ്റർ കടം ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാരാണ്. P&L അക്കൗണ്ട് അഥവാ അക്യുമുലേറ്റഡ് ലോസ് അല്ലേ, അഥവാ ഈ എയും ബിയും ബിസിനസ് ചെയ്ത സമയത്ത് അവർക്ക് കുറച്ച് ലോസ് ഉണ്ടായിരുന്നു, ആ ലോസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അക്യുമുലേറ്റഡ് ലോസോ പ്രോഫിറ്റോ അഥവാ ജനറൽ റിസർവോ പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പഴയ പാർട്ട്നേഴ്സിന് അവരുടെ പഴയ റേഷ്യോയിൽ, ഓൾഡ് റേഷ്യോ 2:1 എന്ത് ചെയ്യണം, വീതിച്ചു കൊടുക്കണം. അത് നമുക്ക് ചെയ്യാം. എയുടെ ക്യാപിറ്റൽ ഉണ്ട്, ബിയുടെ ക്യാപിറ്റൽ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. സോ നമുക്ക് ഇനി അടുത്ത കാര്യം നോക്കാം. സിയെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, സീനെ ബിസിനസ് അഡ്മിറ്റ് ചെയ്യാട്ടോ, ആ സമയത്ത് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5%. അഥവാ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പൈസ തരാനുള്ളത് 24,000 ആൾക്കാരല്ലേ, 24,000 റുപ്പീസാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് അല്ലേ. ഈ 24,000 രൂപയിൽ 5% അഥവാ ×5 കാൽക്കുലേറ്റർ ഉണ്ടാവില്ലേ, അപ്പൊ 24,000 മൾട്ടിപ്ലൈ ചെയ്യണം 5% ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, 24,000 × 5 എത്ര കിട്ടുക, 1,200 രൂപ. എത്ര ഉണ്ടാവും, 1,200 രൂപ എന്ത് ചെയ്യൂല, ഡൗട്ട്ഫുൾ ആണ്. ഡൗട്ട്ഫുൾ മീൻസ് അത് കിട്ടാൻ സാധ്യതയില്ല, കുറവാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയി കാണിക്കണം. അഥവാ നമ്മുടെ ഡെപ്റ്റേഴ്സിന് കുറയ്ക്കണം, കിട്ടാനുള്ള പൈസ കുറഞ്ഞു, അത് കിട്ടൂലെന്ന് ഉറപ്പായി. അപ്പം നഷ്ടമല്ലേ. അപ്പം നഷ്ടമാണെങ്കിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ റെക്കോർഡ് ചെയ്യണം, റീവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. നഷ്ടങ്ങളൊക്കെ റീവാലുവേഷന്റെ സൈഡിൽ റെക്കോർഡ് ചെയ്യാം, ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യാം. ഇനി അടുത്ത കാര്യം എന്താ, സ്റ്റോക്ക് റീവാല്യൂഡ് 40,000. സ്റ്റോക്കിന്റെ വാല്യൂ 40,000 ആക്കി, ശരിക്കും സ്റ്റോക്കിന് 35,000 ഉള്ളൂ. സോ 35,000 നിന്ന് 40,000 മാറുമ്പോൾ, അഥവാ 5,000 രൂപ കൂടിയില്ലേ നമ്മുടെ ഒരു അസറ്റിന്റെ വാല്യൂ. ഇപ്പൊ നിങ്ങൾ വാങ്ങിയ മൊബൈൽ ഫോൺ ഇത് 5,000 രൂപ ഒക്കെ വാങ്ങി, ഇതിനിപ്പോ 10,000 രൂപ വില ഉണ്ടെങ്കിൽ 5,000 ലാഭമല്ലേ. അപ്പൊ നമ്മുടെ അസറ്റിന്റെ ആസ്തിയുടെ വാല്യൂ കൂടുമ്പോൾ എന്ത് ചെയ്യണം, അത് ലാഭമാണ്. സോ 5,000 ലാഭം വരുമ്പോൾ സൈഡിൽ എഴുതാം. ക്രെഡിറ്റ് സൈഡിൽ നേരത്തെ നഷ്ടം വന്നപ്പോൾ ഇവിടെ എഴുതി, ഡെബിറ്റ് സൈഡിൽ എഴുതി. അടുത്തായിട്ട് എന്താ, ഫർണിച്ചർ ഡിപ്രിസിയേറ്റഡ്. ഫർണിച്ചർ എവിടെ നോക്കടാ, 20,000 രൂപ ഫർണിച്ചറിന്റെ വാല്യൂ, അഥവാ 20,000 10%, 20,000 ഇൻറ്റു അല്ലെ, 20,000 ഇൻറ്റു 10/100 അഥവാ ഇൻറ്റു 10%, ആ പെർസെന്റേജ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും, = 2,000. ഫർണിച്ചർ ഡിപ്രിസിയേറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ കുറയല്ലേ ചെയ്യാം. അപ്പൊ ഫർണിച്ചറിന്റെ വാല്യൂ കുറഞ്ഞു, 20,000 2,000 കുറയുമ്പോൾ എന്താ അതിനർത്ഥം, 2,000 നഷ്ടമാണ്. നഷ്ടം എവിടെ എഴുതുക, നഷ്ടം ഡെബിറ്റ് സൈഡ്. അപ്പൊ 2 ഡെബിറ്റ് സൈഡ് അഥവാ 2 നഷ്ടം, 1,200 2,000 നമ്മുടെ നഷ്ടമാണ്, 5,000 എന്താണ് നമ്മുടെ ലാഭമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഒന്ന് റീവാലുവേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യണം,
ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഇത് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 6 മാർക്ക് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ 3 കാര്യം വളരെ ഈസി അല്ലേ? ആദ്യത്തെ 3 കാര്യങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് റീവാലുവേഷന് ഡെബിറ്റ് സൈഡ് ഉണ്ടാകും, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ഉണ്ടാകും. സോ ഇതിന്റെ പേരെന്താ? റീവാലുവേഷൻ അക്കൗണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഫോർമാറ്റ് വളരെ കൃത്യമായിട്ട് വരച്ചിടണം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും 4 കള്ളി ഉണ്ടാവില്ലേ? ഇതിലെ ഒന്നെന്താണ്? പർട്ടിക്കുലേഴ്സ്. എന്താണ്? ഐറ്റംസ് ഒക്കെ ഇതിന്റെ ഇവിടെ അല്ലേ? അപ്പൊ ഇപ്പുറത്തും പർട്ടിക്കുലേഴ്സ്. ഇവിടെ എന്താ? എമൗണ്ട്, AMUNT, AMU അല്ല, AMOUNT, എമൗണ്ട്. ഇങ്ങനെ എഴുതാം. സോ ഈ ഫോർമാറ്റ് എഴുതിയാൽ തന്നെ ചിലപ്പോൾ ചില ടീച്ചേഴ്സ് ആരോ മാർക്ക് ഇട്ട് വരും. ഇനി അടുത്തെന്താ? നമ്മുടെ ലാഭങ്ങൾ എന്താ? ഒറ്റ ലാഭമേ ഉള്ളൂ അല്ലേ? ലാഭം എന്താ ഉള്ളത്? നമ്മുടെ ഫർണിച്ചറിന്റെ വാല്യൂ, സോറി സ്റ്റോക്കിന്റെ വാല്യൂ കൂടി. അപ്പൊ ബൈ സ്റ്റോക്ക് 5000, സ്റ്റോക്കിന്റെ വാല്യൂ 5000 കൂടി. അപ്പൊ ഇപ്പുറത്ത് എന്താ? ടു ഡെപ്റ്റേഴ്സ് എന്താ? പ്രൊവിഷൻ എത്രയാണ്? 1200. സോ ഇത് എന്ത് ചെയ്യണം? ഈ 1200 നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതണം. പിന്നെ ഫർണിച്ചർ 2000 കുറഞ്ഞില്ലേ? സോ 2000 ഇങ്ങോട്ടേക്കാ ടു ഫർണിച്ചർ. ഇനി എന്താ? അഥവാ ഈ അഡ്ജസ്റ്റ്മെന്റിലുള്ള 3 ഐറ്റംസ് അല്ലേ, അത് നമ്മൾ റെക്കോർഡ് ചെയ്തില്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഒരു അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. ഈ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സൈഡിൽ 5000 ഉണ്ട്, ഇപ്പുറം സൈഡിൽ മാത്രമേ ഇത്രയേ ഉള്ളൂ, ഇപ്പുറം സൈഡിൽ 3200 ഉള്ളൂ. അപ്പം കുറവല്ലേ? അപ്പൊ ഇപ്പുറം ഇവിടെ 5000 ആണെങ്കിൽ, ഈ സൈഡിൽ 5000 ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 5000 എന്ന് എഴുതാം. എന്നിട്ട് വ്യത്യാസം എത്രയാ? വ്യത്യാസം 1800 അല്ലേ? സോ ഈ 1800 നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പുറം എഴുതാം. ഏ സൈഡിൽ എവിടെയാണോ കുറവുള്ളത് ആ സൈഡ് നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അപ്പൊ ഇവിടെ കുറവ്, ഡെബിറ്റ് സൈഡിൽ കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ ആ ഡിഫറൻസ്, വ്യത്യാസം എത്രയാണോ അത് അവിടെ എഴുതി 1800. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ പഴയ പാർട്ട്നേഴ്സിന്റെ റേഷ്യോ എത്രയാണ്? 2:1 അല്ലേ? 2:1 ആണ്. അഥവാ ഈ 1800 നമ്മൾ എന്ത് ചെയ്യാം? 2:1, 1800 ഇൻറ്റു 2:1 ഇടുക. അങ്ങനെ 2:1 ഇടുക. രണ്ടും ഒന്നും കൂട്ടി എത്ര? 3 അല്ലേ? അപ്പം 1800 ഇൻറ്റു 2/3 എത്ര കിട്ടുക? 1200. 1800 ഇൻറ്റു 1/3 എത്ര കിട്ടുക? 600. സോ ഈ 1800 ആണ് നമ്മുടെ റീവാലുവേഷനിലെ ലാഭം. കാരണം 5000 ലാഭം വന്നു, ആ 3200 നഷ്ടം വന്നു. അതിന്റെ വ്യത്യാസം എത്ര? കൂടുതൽ ലാഭം, 1800 എക്സ്ട്രാ ലാഭം ഉണ്ട്. ആ ലാഭം ഈ പാർട്ട്നേഴ്സ് കൊടുക്കണം. ആരൊക്കെ? എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ. എക്ക് എത്ര കിട്ടി? 1200. ബിക്ക് 800 അല്ലല്ലോ, തെറ്റിപ്പോന്നു, 600 രൂപ. അപ്പം 1800 നമ്മുടെ ലാഭം കിട്ടുകയും ചെയ്തു. ഇതോടുകൂടി റീവാലുവേഷനെ കൊണ്ട് കഴിയും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം 2.5 മാർക്ക് കിട്ടും, 2 അല്ലെ 2.5 മാർക്ക് കിട്ടും. ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇനി ഇത് ടോട്ടൽ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ ഈ ഐറ്റംസ്, ഈ 3 ഐറ്റംസ് എന്ത് ചെയ്യണ്ട? ഇവിടെ എഴുതാൻ നിങ്ങൾ മറക്കണ്ട. അങ്ങനെ എഴുതിയാൽ തന്നെ മതി. അറിയുന്ന കാര്യം. ഇനിയിപ്പം ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയില്ലേ? റീവാലുവേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഈ 3 ഐറ്റംസ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് ചെയ്യാനോ ടോട്ടൽ ചെയ്യാനോ 2:1 ചെയ്യാനൊന്നും എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ അത് ചെയ്യണ്ട. അറിയുന്ന ഐറ്റംസ് മാത്രം അവിടെ എഴുതിയിടുക. ഇനി അടുത്ത കാര്യം എന്താ? അടുത്തെന്താ? ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ അറിയണ്ട, ഞാൻ പഠിപ്പിച്ചു തരാം. എന്താ ക്യാപിറ്റൽ അക്കൗണ്ട്? എന്താ മക്കളെ? ക്യാപിറ്റൽ അക്കൗണ്ട്. ആരൊക്കെ? ABC. സി പുതിയ പാർട്ണർ അല്ലേ? സോ ഇവിടെ എന്താ? പർട്ടിക്കുലേഴ്സ് എഴുതാം. പർട്ടിക്കുലേഴ്സ്. ഇവിടെ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇങ്ങനെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ 3 പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം? 1 2 3 3 കള്ളികൾ വേണം. സോ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, മടിയൊന്നും വേണ്ട. എക്സാമിനേഷൻ ഹാൾ സമയം ഉണ്ടല്ലോ, 2 മണിക്കൂർ സമയമല്ലേ? അപ്പൊ ഇരുന്ന് എന്ത് ചെയ്യാം? ഇത് കംപ്ലീറ്റ് ചെയ്യാം. 3 മാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആകെ 18-20 മാർക്ക് വാങ്ങിയാൽ പോരെ? അതിനുള്ള പണി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇനി എന്താ ചെയ്യാറ്? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം എവിടെ സ്റ്റാർട്ട് ചെയ്യാറ്? ക്രെഡിറ്റ് സൈഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സൈഡ് ക്രെഡിറ്റ് സൈഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാ? ബൈ ബാലൻസ്. എന്താ മക്കളെ? ബൈ ബാലൻസ്. ഈ ബാലൻസ് എവിടെ ഉണ്ടാവുക? കണ്ടോ? എയുടെ ക്യാപിറ്റൽ 50000, ബിയുടെ ക്യാപിറ്റൽ 40000. അതോടെ ചെയ്ത് കണ്ടോ? എയുടെ 50, സോറി ഇവിടെ ഇതൊക്കെ ഇവിടെ പോയോ? അതവിടെ ഉണ്ട്. ഒക്കെ വരട്ടിട്ട് ആകെ പേപ്പർ കൊളാക്കി ഇല്ല കേട്ടോ. 50000 40000. സോ നോക്കടാ, 50000 40000. ഓക്കെ. അപ്പൊ സിക്ക് ഇല്ലേ? ഇല്ല, സിക്ക് ബാലൻസ് ഇല്ല. കാരണം സി പാർട്ട്ണർ അല്ലല്ലോ. പക്ഷെ സി പുതുതായി ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? ബൈ ക്യാഷ്. അഥവാ പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നില്ലേ? എത്രയാ ക്യാപിറ്റൽ കൊണ്ടുവന്നത്? സി 1/4 ഷെയറിന് വേണ്ടി സി എന്ത് ചെയ്തു? 40000 ക്യാപിറ്റൽ കൊണ്ടുവന്നു. സോ എന്താ? ബൈ ക്യാഷ് 40000. ഇപ്പൊ എന്തായി? എയുടെ ബാലൻസ് 50000, ബിയുടേത് 40, സിയുടേത് 40. 40 ആയില്ലേ? 3 പേർക്ക് എന്ത് ചെയ്തു? ബാലൻസ് ആയില്ലേ? ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടോ? ഇത് നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും കൺസെപ്റ്റ് ഒന്നും പഠിക്കേണ്ട. ഇങ്ങനെ അതേപോലെ ചെയ്തിട്ടാൽ മാത്രം മതി. ബാലൻസ് ആദ്യം ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുക? ആള് കൊണ്ടുവന്ന പൈസ ഇത് രണ്ടും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഉണ്ട്. നമ്മുടെ P&L അക്കൗണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബാലൻസ് ഷീറ്റിന്റെ അകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കണ്ടാൽ അത് എന്ത് ചെയ്യണം? അതേ സൈഡിൽ എഴുതണം. നമ്മുടെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. എന്താ മക്കളെ? ഡെബിറ്റ് സൈഡിൽ. കണ്ടോ? ഇവിടെ
P&L അക്കൗണ്ട് എന്ത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസ് അല്ലേ? അപ്പൊ ഡെബിറ്റ് സൈഡിൽ എഴുതാം. അപ്പൊ ജനറൽ റിസർവ് ആണെങ്കിലോ, ജനറൽ റിസർവ് ആണെങ്കിലോ ഈ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. എവിടെ എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ ഇത് P&L അക്കൗണ്ട് അല്ലേ? അപ്പൊ എന്താ? ടു P&L അക്കൗണ്ട് ആരൊക്കെ? എക്കും ബിക്കും മാത്രമേ കിട്ടുള്ളൂ. ആർക്ക് കിട്ടൂല? സിക്ക് കിട്ടൂല. എത്രയാ P&L അക്കൗണ്ട് ഉള്ളത്? P&L അക്കൗണ്ടിൽ 6000 ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 6000നെ എന്ത് ചെയ്യണം? 2:1 മാറ്റണം. എങ്ങനെ? 2/3 1/3 അഥവാ 3 കഷ്ണം. 3 കഷ്ണത്തിൽ 2 എക്കും 1 ബിക്കും. അപ്പൊ 6000നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 4000 കിട്ടും. അപ്പം 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2000 കിട്ടും. അപ്പൊ ഈ ലോസിലെ 4000 എക്കും 2000 ബിക്കും. സിക്കൊന്നുമില്ല, സിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ സി എക്കും ബിക്കും ഒന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അവിടെ നമ്മളൊരു വരട്ടു. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉണ്ട്. നമ്മുടെ റീവാലുവേഷന് കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ, റീവാലുവേഷനിൽ ലാഭമല്ലേ? അപ്പൊ ലാഭം ഏത് സൈഡിൽ എഴുതാ? ക്രെഡിറ്റ് സൈഡിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1200 600 ആർക്കൊക്കെ? എക്കും ബിക്കും ബൈ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾ കൊടുക്കാം. കഴിഞ്ഞു. റീവാലുവേഷൻ അക്കൗണ്ടും കഴിഞ്ഞു, ക്യാപിറ്റൽ അക്കൗണ്ടും കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യാൻ പോവാണ്. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ സൈഡ് കൂടുതൽ ഉണ്ടാവുക, എന്തായാലും ഡെബിറ്റ് സൈഡ് കൂടുതൽ ഉണ്ടാവുക. 40000. സിക്ക് ഒരു വ്യത്യാസമില്ല, 40000 തന്നെ. ഇനി ബിക്ക് എത്രയാ? 40600 ഉണ്ട്. ഇവിടെ എത്രയാ? അപ്പൊ 40600 ഇവിടെ ചെയ്താ. ഈ സൈഡിൽ എത്രയാ? 51200 ഉണ്ട്. അപ്പൊ ഇപ്പുറത്ത് എന്ത് ചെയ്യാ? 51200 ചെയ്താ. ഈ ക്വസ്റ്റ്യനിൽ ഗുഡ് വിൽ ഇല്ല കേട്ടോ. സാധാരണ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സി as a new partner in 1/4 share in profit agrees to win 40,000 capital and goodwill എന്ന് പറയുന്ന ഒരു എമൗണ്ട് തരും. അങ്ങനെ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അവരുടെ ഓൾഡ് റേഷ്യോയിൽ, അല്ലെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ എഴുതാം. അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യാം? ആ ഒരു ഗുഡ്വിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30,000 വേണ്ട, 9,000 റുപ്പീസ് ഗുഡ്വിൽ കൊണ്ടുവന്നു. അപ്പൊ 9,000 2:1 ആക്കുമ്പോൾ 6000 3000. അപ്പൊ ഈ 6000 ആർക്ക് കൊടുക്കണം? എ കൊടുക്കുക, 3000 ബി കൊടുക്കുക. സി കൊടുക്കേണ്ട, കാരണം സി ആണ് ഗുഡ്വിൽ കൊണ്ടുവരിക. ആ സി കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആർക്കുള്ളതാണ്? പഴയ പാർട്ട്നേഴ്സായ എക്കും ബിക്കും കൊടുക്കാനുള്ളത്. ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഇവിടെ നോക്ക്. ഇപ്പുറം സൈഡിൽ 52, അതായത് ഈ സൈഡിൽ 51,200 അല്ലേ ഉള്ളത്. 51,200 4000 കുറച്ച് എത്ര ഉണ്ടാകും? 51,200 4000 കുറച്ച് 47,200 ഉണ്ടാകും. അപ്പം 40,600 2000 കുറച്ച് എത്ര ഉണ്ടാകും? 38,600 ഉണ്ടാവും. ഇവിടെ ഒന്നും കുറയ്ക്കാനില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ 40,000 തന്നെ, 40,000. ഇതെന്താ? ഇതാണ് ടു ബാലൻസ്. ഇവരുടെ ബിസിനസ്സിൽ ഇത്ര ബാലൻസ് ഉണ്ടായിരുന്നു, ഇയാൾ പുതിയ കൊണ്ടുവരികയും ചെയ്തു. അതിൽ നിന്ന് ഇത്ര കുറയ്ക്കുകയും ചെയ്തു, ഇവർക്ക് രണ്ടുപേർക്ക് ഇത്ര കൂടുകയും ചെയ്തു. അങ്ങനെയാകുമ്പോൾ ബാലൻസ് ആണ്. അഥവാ നിങ്ങൾക്ക് ഈ ബാലൻസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ബാലൻസ് ചെയ്യണ്ട, അറിയുന്ന ആൾക്കാർ ചെയ്തോ. ഇങ്ങനെ ചെയ്യാതിട്ടാതെ നിങ്ങൾക്ക് 1.5 മാർക്ക് കിട്ടും. അപ്പൊ നേരത്തെ റീവാലുവേഷനിൽ ഒരു മാർക്ക് കിട്ടി, ഇതിലൊരു 1.5 മാർക്ക് കിട്ടി. ഇനി ബാലൻസ് ഷീറ്റും കൂടി ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റിലും 1.5 മാർക്ക് വാങ്ങാനുള്ള സ്കോർ ചെയ്യാൻ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ടോട്ടലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നും അറിയില്ലെങ്കിലും 3 അല്ലെങ്കിൽ 3.5 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും. എടാ 60 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? സോറി, 60 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 60 അല്ല, അതിലും കൂടുതൽ ഉണ്ടാവും. ഏതാ? 75 80ഓളം മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? അതിൽ നിങ്ങൾക്ക് അറിയുന്നത് ആദ്യം എഴുതാം, അറിയാത്തത് ഇതേപോലെ പകുതി എഴുതി വെക്കുക. എന്നിട്ട് അതിന് കിട്ടാവുന്ന മാർക്ക് സ്കോർ ചെയ്യുക. അതാണ് നമ്മുടെ ഐഡിയ. സേ എക്സാമിന് നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യും? മാർക്ക് തരും. കുറച്ചൊരു മോഡറേഷൻ ഉണ്ടാവും. ഫൈനൽ എക്സാമിന് പോലെ അത്ര ഡിഫിക്കൽട്ട് ആക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി എന്താ അടുത്ത ലാസ്റ്റത്തെ പരിപാടി? ഇതിലാണെന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. എന്താ മക്കളെ പേര്? ബാലൻസ് ഷീറ്റ് കേട്ടോ. ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റ് ഡെബിറ്റും ക്രെഡിറ്റ് ഉണ്ടാവൂല. ഇതിനെന്താ? ഇവിടെ ലയബിലിറ്റി. എന്താ മക്കളെ? ഇവിടെ ലയബിലിറ്റി ഉണ്ടാകും, എമൗണ്ട് ഉണ്ടാകും. ഇപ്പുറത്തെ സൈഡിൽ എന്താ മക്കളെ? അസറ്റ് ഉണ്ടാകും, ഇപ്പുറത്ത് എമൗണ്ട് ഉണ്ട്. നമുക്ക് ചുവന്ന കളർ ചെയ്താൽ അല്ലെ, വേണ്ട ബ്ലൂ കളർ ചെയ്താൽ. എന്താ? നിങ്ങൾ ശ്രദ്ധിക്കാം, ബാലൻസ് ഷീറ്റിൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? ക്യാഷ് ഈസ് എ അസറ്റ്. സാധാരണ ഇങ്ങനെ തരില്ല. രണ്ട് സൈഡിൽ ഇത്ര അസറ്റ് ഇത്ര ലയബിലിറ്റി എന്നാണ് തരിക. ക്രെഡിറ്റർ എന്താ? ലയബിലിറ്റിയാ. ഡെപ്റ്റർ എന്താ? അസറ്റ് ആണ്. P&L അക്കൗണ്ട് ഇനി ഉണ്ടാവും ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് മാറ്റിയില്ലേ. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കണോ? വേണ്ട, നമ്മൾ ഓൾറെഡി നമ്മൾ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കിയില്ലേ, അത് നോക്കിയാൽ മതി. സ്റ്റോക്ക് എന്താ? സ്റ്റോക്ക് അസറ്റ് ആണ്. ഫർണിച്ചർ അസറ്റാ. സോ അസറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് ഫർണിച്ചർ 20,000 നോക്കാം. ഫർണിച്ചർ 20,000. അടുത്തായിട്ട് എന്താണ്? സ്റ്റോക്ക് 35,000. സ്റ്റോക്ക് 35,000. അടുത്തായിട്ട് എന്താണ്? ഇത് ഇതേപോലെ വില എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി ഫർണിച്ചറിന്റെ 2,000 രൂപ വാല്യൂ കുറച്ചില്ലേ? ഫർണിച്ചർ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2,000 നമ്മൾ ഇതിന്ന് കുറയ്ക്കണം. ഫർണിച്ചർ 20,000 എന്ത് ചെയ്യണം? 2,000 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടുക? 18,000 കിട്ടുക. സ്റ്റോക്കിന്റെ വാല്യൂ 35,000 ആണോ? അല്ല, സ്റ്റോക്കിന്റെ വാല്യൂ എത്രയായി മാറി? 40,000 ആക്കി കൂട്ടിയില്ലേ? 5,000 കൂട്ടിയില്ലേ? സോ അതെന്ത് ചെയ്യും? നമ്മൾ എഴുതുക സ്റ്റോക്കിന്റെ വാല്യൂ 40,000. ഇനി നിങ്ങൾക്ക് അറിയില്ലത് ഏതാ എഴുതേണ്ടത്? ഒന്നും അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? പണ്ട് നേരത്തെ ബാലൻസ് ഷീറ്റിൽ ഈ എമൗണ്ട് ഉണ്ടല്ലോ,
ഈ എമൗണ്ട് അതേപോലെ അവിടെ എഴുതിയാൽ മതി. അറിയില്ല എന്നുണ്ടെങ്കിൽ അഥവാ ഈ വാല്യൂ മാറിയത് എങ്ങനെ ചെയ്യാന്നുള്ള അറിയില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലുള്ള അതേപോലെ എന്ത് ചെയ്യുക, ആ ബാലൻസ് ഷീറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തായിട്ടുള്ളത്, ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കണം, വേണ്ട ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ നിൽക്കട്ടെ, അസറ്റ് മാത്രം പൂരിപ്പിക്കാം. 24,000 ഡെപ്റ്റേഴ്സ്. സോ ഡെപ്റ്റേഴ്സ് 24,000 ആണോ? അല്ല, ഡെപ്റ്റേഴ്സ് 24,000 നമ്മൾ എത്ര 1,200 കുറച്ചില്ലേ, ഇതാ അവിടെ ഡെപ്റ്റേഴ്സിന്റെ പ്രൊവിഷൻ കുറച്ചില്ലേ. സോ 1,200, 24,000 1,200 കുറച്ച് എത്ര ഉണ്ടാവും? 22,800 ഉണ്ടാകും. പിന്നെന്താ അസറ്റ് ഉള്ളത്? ക്രെഡിറ്റേഴ്സ് അസറ്റ് ആണോ? അല്ല, ലയബിലിറ്റി. അത് അവിടെ നിൽക്കട്ടെ. ക്യാഷ് 20,000 ഉണ്ട്, പ്ലസ് പുതിയ പാർട്ണർ 40,000 കൊണ്ടുവന്നില്ലേ, അപ്പൊ എത്ര ഉണ്ടാവും? 60,000. ഇയാൾ ക്യാഷ് ആയിട്ടല്ലേ കൊണ്ടുവരാ. സോ ടോട്ടൽ എത്ര ഉണ്ടാകും? ക്യാഷ് 60,000. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടോട്ടൽ ചെയ്യാൻ പോവാ. 60, 1 ലക്ഷം, 1,30,000, 1,30,000, 1,40,800, 1,40,800. ഇപ്പം അസറ്റ് സൈഡ് ഓക്കെ, ലയബിലിറ്റി സൈഡ് നോക്കണ്ടേ. സോ ലയബിലിറ്റി സൈഡിൽ എന്താ ഉള്ളത്? ഒന്ന് ക്രെഡിറ്റേഴ്സാ, എത്രയാ? 15,000 രൂപ. സോ ക്രെഡിറ്റേഴ്സ് 15,000 റുപ്പീസ്. ഇനി എന്താ ഉള്ളത്? ക്യാപിറ്റൽ ആരൊക്കെയാ ഉള്ളത്? എ, ബി, സി. എയുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാ? 47,200. ഇയാളുടെ എത്രയാ? 38,600. ഇയാളുടെ 40,000. സോ നോക്കാം, 40 40 80, 80 30, 1,10,000, 1,10,000, 1,25,000, 1,25,800, 1,25,800. ടോട്ടൽ എത്ര കിട്ടും? 1,20,000, കണ്ടോ? രണ്ട് സൈഡും ടാലി ആയില്ലേ? എന്തൊരു അത്ഭുതമായിരിക്കുന്നു. ഇങ്ങനെ ചെയ്ത രണ്ട് സൈഡും ടാലി ആവും. ഇനി ടാലി ആയില്ലെങ്കിലോ? ഇപ്പൊ സാറേ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്താൽ? അപ്പോൾ ഓൾറെഡി നിങ്ങൾ ക്യാപിറ്റലിലെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് ചെയ്താൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പഴയ ബാലൻസ് ഉണ്ടല്ലോ ഇവരെ ബാലൻസ്, അത് എടുത്ത് ചെയ്താൽ, അതോടൊപ്പം തന്നെ പുതിയ പാർട്ണർ വന്നില്ല 40,000, ആ പൈസയും കൂടി എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ. ഇന്ന് രണ്ട് സൈഡ് ടാലി ആയില്ല, ആ കണ്ട ടാലി ആക്കിയാൽ ഫുൾ മാർക്ക് കിട്ടും, ടാലി ആക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് മാർക്ക് കിട്ടും. അപ്പോൾ ആ ഉള്ള മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ മാർക്ക് സ്കോർ ചെയ്ത് ഇങ്ങനെ അറ്റൻഡ് ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ പറഞ്ഞുതരും. ലൈവ് ഉണ്ടാകും, ലൈവിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരണം. നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരിലേക്ക് എന്ത് ചെയ്യുക, ഇതൊക്കെ എത്തിക്കുക. സേ എക്സാമിന് പ്രത്യേകമായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്, അവരേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. നിങ്ങളുടെ ജൂനിയേഴ്സിനോടൊക്കെ എന്ത് ചെയ്യുക, പറയാം മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇതാണ് സാറിൻ്റെ